പാതിവില തട്ടിപ്പ് കേസിൽ മുഖ്യ സൂത്രധാരനും ഒന്നാം പ്രതിയുമായ മൂവാറ്റുപുഴ കുടയത്തൂർ ചൂരക്കുളങ്ങര വീട്ടിൽ അനന്തു കൃഷ്ണന് ആദ്യ കേസിൽ മൂവാറ്റുപുഴ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചു. എന്നാൽ 30ഓളം സമാന തട്ടിപ്പ് കേസിൽ പ്രതിയായതിനാൽ തൽക്കാലം ജയിൽ മോചനം സാധ്യമാകില്ല. ഇടുക്കിയിലടക്കം ആയിരക്കണക്കിന് ആളുകളെ സീഡ് സൊസൈറ്റി എന്ന പേരിൽ സംഘടന രൂപീകരിച്ച് ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നു. കേസിലെ രണ്ടാം പ്രതിയായ സായിഗ്രാം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ KN ആനന്ദകുമാറിനും കഴിഞ്ഞ ആഴ്ച ഇതേ കേസിൽ ജാമ്യം അനുവദിച്ചിരുന്നു. മറ്റു കേസുകളിൽ പ്രതിയായതിനാൽ ഇയാൾക്കും ഇനിയും ജയിലിൽ നിന്നും ഇറങ്ങുവാൻ കഴിഞ്ഞിട്ടില്ല. വലിയ കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിച്ച് പകുതി വിലയ്ക്ക് 2 വീലർ നൽകാമെന്ന് പറഞ്ഞ് സംസ്ഥാനത്തുടനീളം കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ കേസിലാണ് ഇരുവരും അറസ്റ്റിലായത്. മൂവാറ്റുപുഴ സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന പേരിൽ പായിപ്ര കേന്ദ്രമാക്കി സീഡ് സൊസൈറ്റി ഉണ്ടാക്കി പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനം നൽകാമെന്ന് വാഗ്ദാനം നൽകി 1145 പേരിൽ നിന്ന് ആളൊന്നിൽ നിന്ന് 60,000 മുതൽ 70,000 രൂപ വരെ തട്ടിയെടുത്തുന്ന സൊസൈറ്റി പ്രസിഡന്റ് റെജി വർഗീസിന്റെ പരാതിയിൽ കഴിഞ്ഞ ജനുവരി 31 എറണാകുളത്ത് നിന്നാണ് അനന്തു കൃഷ്ണനെ മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. പിന്നീട് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും നടത്തിയ അന്വേഷണത്തിൽ സംസ്ഥാനത്തൊട്ടാകെ കോടികളുടെ തട്ടിപ്പ് നടന്നതായി കണ്ടെത്തി. തുടക്കത്തിൽ അനന്തകൃഷ്ണൻ മാത്രമായിരുന്നു പ്രതി. ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് KN ആനന്ദകുമാറിനെയും പ്രതി ചേർത്ത് അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്തെ എല്ലാ ബ്ലോക്കിന് കീഴിലും ഇത്തരം സൊസൈറ്റികൾ ഉണ്ടാക്കി തട്ടിപ്പ് നടത്തിയതായി അന്വേഷണത്തിൽ കണ്ടെത്തി. 2022 മുതൽ സ്കൂട്ടർ, ഹോം അപ്ലയൻസ്, വാട്ടർ ടാങ്ക്, ഫെർട്ടിലൈസേഴ്സ്, ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ എന്നിവ 50% ഇളവിൽ നൽകുമെന്ന് സംസ്ഥാനത്തുടനീളം പ്രചരിപ്പിച്ച് സന്നദ്ധ സംഘടനകളെയും മറ്റ് സീഡ് സൊസൈറ്റികളെയും സ്വാധീനിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. ഇതിനായി അനന്തു കൃഷ്ണന്റെ പേരിൽ വിവിധ കൺസൾട്ടൻസികൾ ഉണ്ടാക്കി അതിന്റെ പേരിലാണ് ഇടപാടുകൾ നടത്തിയത്. പൊതുജനങ്ങളെ തട്ടിപ്പിന് ഇരയാക്കുന്നതിന്റെ ഭാഗമായി സോഷ്യൽ ബി വെഞ്ചേഴ്സ് തൊടുപുഴ, സോഷ്യൽ ബി വെഞ്ചേഴ്സ് ഇടയാട്ടുമുക്ക് എറണാകുളം, പ്രൊഫഷണൽ സർവീസ് ഇന്നൊവേഷൻ കളമശ്ശേരി, ഗ്രാസ് റൂട്ട് ഇന്നൊവേഷൻ കളമശ്ശേരി എന്നീ കമ്പനികളുടെ അക്കൗണ്ടുകൾ അനന്തു കൃഷ്ണൻ സ്വന്തം പേരിലാണ് കൈകാര്യം ചെയ്തിരുന്നത്. നാഷണൽ NGO ഫെഡറേഷൻ എന്ന സംഘടനയുടെ നാഷണൽ കോർഡിനേറ്ററാണെന്നും ഇന്ത്യയിലെ വിവിധ കമ്പനികളുടെ CSR ഫണ്ട് കൈകാര്യം ചെയ്യാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് തന്നെയാണെന്നും വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.